ഭരണപ്രതിപക്ഷ വിമർശനം കടുത്തതോടെ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 79.63% EVM പോസ്റ്റൽ ഹോം വോട്ടുകൾ ചേർത്തുള്ള കണക്ക്. സർവീസ് വോട്ട് ചേർക്കുമ്പോൾ അന്തിമ പോളിംഗ് കണക്ക് മാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ സുതാര്യമാണെന്നും പോളിംഗ് ശതമാന കണക്ക് വൈകിയില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു. 78.27% പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തവരുടെ കണക്ക്. 1.36% പോസ്റ്റൽ ഹോം വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കണക്കുപ്രകാരം 79.63% പോളിംഗ്. 2.71 കോടി വോട്ടർമാരിൽ 2.12 കോടി പേർ വോട്ട് ചെയ്തു. ഇതിൽ 99 ലക്ഷം പുരുഷന്മാരും 1.12 സ്ത്രീകളും 153 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. ഏകദേശം 79.63% is the provisional percentage of voting in Kerala, including 17C വരെ presiding officers, returning officers എല്ലാം കൊളക്ട് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. മെയിൽ പെർസെൻറ്റേജ് 75.19, ഫീമെയിൽ is 81.19. Other categories, that is other means third gender, നമ്മൾ 56.04% of the existing voters. ഹോം വോട്ടിംഗിൽ മുതിർന്ന പൗരന്മാരിൽ 96.3% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 97.71% സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 1,30,568 ഉദ്യോഗസ്ഥർ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തി. 53,984 സർവീസ് വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള അന്തിമ കണക്ക് വോട്ടെണ്ണൽ ദിനത്തിന് ശേഷമായിരിക്കും അറിയാനാകുക. അതേസമയം അന്തിമ കണക്ക് പുറത്തുവിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാദം. സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നു അത് നമുക്ക് അവസാനത്ത് കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സമയബന്ധിതമായിട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിലെ ഡിലേ എവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി 4ാം ദിവസവും കണക്ക് പുറത്തുവിടാത്തത് വിവാദമായിരുന്നു. വ്യക്തത ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. കമ്മീഷന്റെ പക്കൽ ഉണ്ടായിരുന്ന കണക്കുകൾ പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ആരോപിച്ചിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.